ക്രിക്കറ്റിൽ ബോളറുടെ റോളിൽ തിളങ്ങിയാൽ മാത്രം ഹാർദിക് പാണ്ഡ്യയെ 2020 ലോകകപ്പ് ടീമിലേക്ക് പരിഗണിച്ചാൽ മതിയെന്ന നിലപാടിൽ BCCI വരുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് പാണ്ഡ്യ ഇന്ത്യയ്ക്കായി ഒടുവിൽ കളിച്ചത്. ഏകദിന ലോകകപ്പിൽ ബംഗ്ലാദേശിനെതിരായ മത്സരത്തിനിടെ പാണ്ഡ്യയ്ക്ക് കാലിന് പരിക്കേറ്റതായിരുന്നു. ശേഷിക്കുന്ന ലോകകപ്പ് മത്സരങ്ങൾ പാണ്ഡ്യയ്ക്ക് നഷ്ടവുമായി. പരിക്ക് മാറിയ ശേഷം IPLലാണ് പാണ്ഡ്യ ആദ്യമായി കളിക്കാനിറങ്ങിയത്. മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റനായ പാണ്ഡ്യയ്ക്ക് ബോളിംഗിൽ ഇതുവരെ തിളങ്ങാൻ സാധിച്ചിട്ടേയില്ല. ലോകകപ്പ് ടീം പ്രഖ്യാപനത്തിന് മുന്നോടിയായി കഴിഞ്ഞ ആഴ്ച BCCI പ്രത്യേക യോഗം ചേർന്നിരുന്നു. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, പരിശീലകൻ രാഹുൽ ദ്രാവിഡ്, സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അഗാർക്കർ എന്നിവരും മുംബൈയിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്താൻ ഹാർദിക് IPLൽ സ്ഥിരമായി പന്തെറിയേണ്ടി വരുമെന്നാണ് ഇവരുടെ നിലപാട്. ബാറ്റിംഗിൽ തിളങ്ങിയാലും ബോളർ എന്ന നിലയിൽ താരത്തിന്റെ പ്രകടനമായിരിക്കും നിർണായകമാവുക. ജൂണിൽ US-ലും വെസ്റ്റ് ഇൻഡീസിലുമായി നടക്കുന്ന ലോകകപ്പിൽ ഇന്ത്യക്ക് മികച്ചൊരു ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടറെ ആവശ്യമുണ്ട്. പാണ്ഡ്യയില്ലെങ്കിൽ മികച്ച ഫോമിലുള്ള ശിവം ദുബെയ്ക്ക് അവസരം ലഭിക്കും. മുംബൈക്ക് വേണ്ടി 4 കളികളിൽ മാത്രമാണ് പാണ്ഡ്യ പന്തെറിഞ്ഞത്. ആകെ നേടിയത് 3 വിക്കറ്റുകളും. കൂടുതൽ റൺസ് വഴങ്ങിയതിന്റെ പേരിലും പാണ്ഡ്യ ഈ മത്സരങ്ങളിൽ പഴികേട്ടിട്ടുണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ കളിയിൽ 20ാം ഓവർ എറിഞ്ഞ പാണ്ഡ്യ 26 റൺസ് വഴങ്ങിയിരുന്നു. IPLൽ ഇതുവരെ 131 റൺസാണ് താരം നേടിയത്. എന്നാൽ പാണ്ഡ്യയ്ക്ക് പരിക്കേൽക്കാനുള്ള സാധ്യതയുണ്ടെന്നതും സെലക്ടർമാർ പരിഗണിക്കുന്നുണ്ട്. ശിവം ദുബെയെ BCCI ടീമിലെടുത്താലും ഒരു പ്രശ്നമുണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സിൽ ഇമ്പാക്ട് പ്ലെയറായി കളിക്കുന്ന ദുബെയ്ക്ക് ബോളറായി കാര്യമായ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ല.